CPIഎമ്മിനെ വെട്ടിലാക്കി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. AC മൊയ്തീൻ, MK കണ്ണൻ തുടങ്ങിയ CPIഎം നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് VP ശരത് പ്രസാദിന്റെ സംഭാഷണത്തിലുള്ളത്. CPIഎം നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്നും സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. അതേസമയം വർഷങ്ങൾക്ക് മുൻപുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നത് എന്നാണ് CPIഎം തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ പ്രതികരണം. ഓഡിയോയിൽ ശരത് പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണ്. ശരത്തിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ശബ്ദ സംഭാഷണങ്ങളിലെ ആരോപണം MK കണ്ണനും തള്ളി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നിപ്പോൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്കൊരു ബാങ്കിലും ഇല്ല. അപ്പോൾ ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരെയും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു പോയി. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. അമൽ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അമൽ, ഇപ്പോൾ CPIഎം നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട്. ഇതൊക്കെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയോട് വിശദീകരണം തേടുമെന്നും അറിയിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ അമൽ? ഉന്മേഷ്, ഏതായാലും ഇപ്പോൾ നിപിൻ ശ്രീനിവാസനും TB ബിജുവും ഇപ്പോൾ പുറത്തായിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഈ ഒരു ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള MK കണ്ണൻ തന്നെ ഈ ഒരു വിവരം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തൃശ്ശൂരിലെ CPIഎം ജില്ലാ കമ്മിറ്റിയെയും ജില്ലാ നേതൃത്വത്തെയും അടക്കം അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. അത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശരത് പ്രസാദിന്റെ VP ശരത് പ്രസാദിന്റെ ഫോൺ സംഭാഷണം ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസ്താവന ഉണ്ടായത്. അതീവ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളാണ് ഈ ഒരു ഫോൺ സംഭാഷണ മുഖാന്തരം ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുൻപാകെ എത്തിയിട്ടുള്ളത്. അതായത് AC മൊയ്തീൻ അടക്കമുള്ള ആളുകളെ കുറിച്ച് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ ഉണ്ടായത്. ടോപ്പ് ലെവലിലുള്ള ഡീലിംഗ് മാത്രമാണ് മൊയ്തീന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേപോലെ തന്നെ തൃശൂർ ടൗണിൽ കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ ഇന്ന് കോടിപതിയാണ് എന്ന തരത്തിലുള്ള എല്ലാം ആരോപണങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ശരത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഏതായാലും ഈ ഒരു ഫോൺ സംഭാഷണം വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് എന്നൊരു പ്രതിരോധം തീർക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ ഖാദറിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള തൃശ്ശൂരിലെ CPIഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KP അബ്ദുൽ ഖാദറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കാനിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അത് മണ്ണോത്തിയിലെ CPIഎമ്മിന്റെ ജില്ലാ ഏരിയ കമ്മിറ്റി പ്രതിരോധത്തിലാക്കിയ അഴിമതി ആരോപണം ഉന്നയിച്ച നിപിൻ ശ്രീനിവാസനെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായത്. അതിനെ തുടർന്നാണ് ഈ ഒരു ഫോൺ സംഭാഷണങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു കാര്യം ഉണ്ടായത്. ഏതായാലും ഈ ഒരു ഫോൺ സംഭാഷണത്തിലുള്ള ശബ്ദം തൻ്റേത് തന്നെയാണെന്ന് ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശരത് പ്രസാദ് അംഗീകരിച്ചിട്ട് തന്നെയുണ്ട്. പക്ഷേ അപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ആയുധം പ്രതിയോഗികൾക്ക് പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തത് അവരത് രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ അനിലക്കരയെ പോലുള്ളവർ DCC പ്രസിഡന്റിനെ പോലുള്ളവരെല്ലാം ഈ ഒരു വാർത്തയിൽ ഇടപെടുകയും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പൊതുസമൂഹത്തിനോട് സംസാരിക്കുകയും ഇതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് കരുവന്നൂരിലെ സഹകരണ ബാങ്കിലുണ്ടായ അഴിമതി കേസ്, തട്ടിപ്പ് കേസ്. ഇതെല്ലാത്തിന് പുറമെയാണ് നടത്തറയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു അഴിമതി ആരോപണത്തെ ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടിക്കും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്ന അതിനെതിരെ ശബ്ദിച്ച ഒരാളായിരുന്നു നിപിൻ ശ്രീനിവാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അയാൾക്കെതിരെയും പാർട്ടി നടപടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള MK കണ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. അതിൽ അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത്. തനിക്കെതിരെയുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളാണ്. മാധ്യമങ്ങളെയും അദ്ദേഹം
കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളടക്കം തനിക്കെതിരെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു. ഇഡിക്ക് തന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന തരത്തിലെല്ലാം MK കണ്ണൻ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പാർട്ടിയിൽ തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ് എന്നും MK കണ്ണൻ ഇന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉന്മേഷ്, CPIഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതം എന്നാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.